ആദ്യം തന്നെ മീനങ്ങാടിയിൽ നിന്നുള്ള നമ്മുടെ ഫോഴ്സ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി എത്തിച്ചേരും. പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംസ്ഥാന പോലീസിന്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. തൃശൂരിൽ നിന്ന് ഡിഫൻസിന്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും അവിടെ വളരെ പെട്ടെന്ന് എത്തും. മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് രാവിലെ. ഇപ്പോഴും മഴയുണ്ട്. വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിന്റെ ഘടന വളരെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടെ പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒരു കരാറുകാരാണ് അത് നീക്കം ചെയ്യാറുള്ളത്. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.